അത് യമനാണെങ്കിലും സിറിയയാണെങ്കിലും ഈജിപ്താണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് ആണെങ്കിലും എല്ലാം സുന്നത്തി ജമാഅത്തിന്റെ അതേ ആശയത്തിലാണ്. ഇനി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സുന്നത്തി ജമാഅത്തിന്റെ എതിരായ ചില രീതികൾ ഭരണതലത്തിൽ സ്ഥാനം നേടിയിട്ടുണ്ടെങ്കിൽ പോലും അവിടത്തൊക്കെ ജനങ്ങളിൽ നിങ്ങൾക്കറിയാമോ ഭൂരിഭാഗവും ശരിയാണ്, അവർക്ക് രാഷ്ട്രീയത്തിൽ അവിടെ സ്വാധീനമില്ല. അല്ലെങ്കിൽ സുന്നികൾക്ക് നമ്മളെ കേരളത്തിലൊക്കെ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും കാലത്ത് സ്വാധീനം ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പതാ ഇന്നലെ മിനിയാന്ന് അന്താരാഷ്ട്ര തലത്തിൽ വരെ സുബ്ഹാനല്ലാഹ് ഗവൺമെന്റുകൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ഇസ്സത്തായ ഈ സുന്നത്തി ജമാഅത്തിനെ ഈ കേരളത്തിൽ ഈ നിലക്ക് നിലനിർത്തുന്നതിൽ മറ്റാരെക്കാളും ഏറ്റവും വലിയ സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമാ തവ്വലല്ലാഹു ഉംറഹു ആ ഉസ്താദ് ഇടപെട്ടിട്ടല്ലേ പ്രിയപ്പെട്ടവരെ മറ്റാർക്കും ചെയ്യാത്ത ഒരു സംഗതി, അഥവാ ഇന്ന് നടക്കേണ്ട ഒരു വധശിക്ഷ ഇന്ന് നടത്തൂല എന്നുള്ളിടത്തെത്തിയത്. അതിന്റെ അപ്പുറവും ശൈഖുനായുടെയും ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങളവர்களுടെയും ഒക്കെ ആ പ്രവർത്തനം അത് സമ്പൂർണമായി വിജയിക്കുന്ന ഒരവസ്ഥ കാണിച്ചു തന്നു അല്ലാഹു തആല ഈ രാജ്യത്തിന് തന്നെ, ഈ രാജ്യത്തിലെ എല്ലാ മതക്കാർക്കും മതമില്ലാത്തവർക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും സന്തോഷിക്കാൻ പറ്റിയ ഒരവസ്ഥ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് അധികാര കേന്ദ്രത്തിൽ സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾ അല്ലാത്തവർ ഉള്ള പല രാജ്യങ്ങളുമുണ്ട്. എന്നാൽ അവിടെ പോലും പ്രിയപ്പെട്ടവരെ ഭൂരിഭാഗം ജനങ്ങളും ആ സുന്നത്തി ജമാഅത്തിന്റെ എല്ലാ ആശയങ്ങളും ആദർശങ്ങളും അതിന്റെ ആചാരങ്ങളും എല്ലാം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിലെത്തുന്നവർ ആരാണ്? നമ്മുടെ രാജ്യത്ത് മതമൈത്രി ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു? നമ്മുടെ രാജ്യം ഈ കാലം അടുത്ത കാലം വരെ ഭരിച്ചപ്പോഴൊക്കെ നിങ്ങൾ ബീഫ് കഴിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊന്ന സംഭവം ഉണ്ടായിരുന്നോ? ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ഹാഫിദിനെ അടിച്ചു കൊന്ന സംഭവം പണ്ട് കാലത്ത് നിങ്ങൾ കണ്ടിരുന്നോ? പക്ഷേ ഇപ്പൊ ഭരണം നടത്തുന്ന ആളുകൾ സഹായിക്കും എന്ന് കണ്ടുകൊണ്ട്, അവരിതിനൊക്കെ സപ്പോർട്ട് ചെയ്യും എന്ന് കണ്ടുകൊണ്ട് ഇന്ന് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കൊല്ലാൻ വരെ ചില തീവ്രവാദികളായ ആളുകൾ തയ്യാറാകുന്നു. അവർക്ക് ഭരണത്തിന്റെ സപ്പോർട്ടുണ്ട് എന്നാണ് അവരെ വിചാരം. അതെല്ലാ കാലത്തും ഏത് രാജ്യത്തും ഉണ്ടാകുന്നതാണ്. ഞാൻ പറയുന്നത് സാധാരണക്കാരായ പൗരന്മാരെ പറ്റിയാണ്. ഈ അറബ് രാജ്യങ്ങളിലൊക്കെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ അവിടെയൊക്കെ ഭൂരിഭാഗം ജനങ്ങളും ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങുന്നവരാണ്. അതിന്റെ ഒരു ഫലമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടില് ഇത്തിഹാദ് അബ്ദുള്ള ഹാജി സുബ്ഹാനല്ലാഹ്, ഞാനിവിടെ വന്നിട്ടുണ്ട് 1989. നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഉള്ളാളത്ത് ജോയിൻ ചെയ്ത ആ കാലത്ത് നമ്മളെ ചങ്ങായിമാരെ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മളെ കൊല്ലമ്പാടി ഉസ്താദ്. ആ സമയത്ത് നമ്മളെ ശിഷ്യന്മാരെ പെട്ട ആളാണ് പിന്നെ നമ്മളെ പള്ളംകോട് ഉസ്താദ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ നോക്കൂ, നിങ്ങൾ നമ്മളെ നാട്ടിൽ സ്വലാത്ത് മജ്ലിസുകൾ നടക്കുന്നു, അതുപോലെ തന്നെ മൗലിദ് സദസ്സുകൾ നടക്കുന്നു, നേർച്ചകൾ നടക്കുന്നു, ഉറൂസുകൾ നടക്കുന്നു, സുന്നത്തി ജമാഅത്തിന്റെ വയല് പരമ്പരകൾ നടക്കുന്നു. സുന്നത്തി ജമാഅത്തിന്റെ ആശയം നമ്മുടെ വളർന്നു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതലേ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നല്ല മദ്രസകളും ദർസുകളും മറ്റു സ്ഥാപനങ്ങളും നടക്കുന്നു. കോഴിക്കോട്ട് അവസ്ഥ എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? ആ കാലഘട്ടത്തിൽ നമ്മുടെ മഹാന്മാരായ ഉലമാക്കളോട് ഒരു ചോദ്യം ഫത്വ രൂപത്തിൽ വന്നു. എന്തായിരുന്നു ആ ഫത്വയിലെ ചോദ്യം? എന്തായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? മാ ഖൗലുക്കും അയ്യുൽ ഉലമാഉ ദാമ ഫളലുക്കും, പണ്ഡിതന്മാരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫീ റജുലിൻ ജാ ഇലാ മദീനത്തി കാലിക്കൂത്ത്. ഫത്വ ഒന്നായിട്ട് ഞാൻ വായിക്കണില്ല. ഒരു ചെറുപ്പക്കാരൻ, അടുത്തിടെ കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയുമായി കോഴിക്കോട്ട് നഗരത്തിൽ വന്നു. ജുമുഅ ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ജുമുഅന്റെ സമയമായി. കൂടുതലും പെണ്ണുങ്ങൾ പോകുന്ന പള്ളികളാണ് അന്നുള്ളത്. കോഴിക്കോട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികൾ പിടിച്ചടക്കി. നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികൾ പിടിച്ചടക്കി. പെണ്ണുങ്ങളെ പള്ളിക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്ന ആൾക്കാരുടെ അധികാരമാണ് കോഴിക്കോട്ട് അന്ന് അധിക പള്ളിയിലും. സുന്നികളുടെ പള്ളി ഈ ഷോപ്പിംഗ് കേന്ദ്രങ്ങളുടെ അടുത്തൊന്നുമല്ല. സുന്നികളെ പള്ളി പോണെങ്കിൽ തന്നെ ദൂരം പോകണം. ഇവിടെ ഫത്വ ചോദിക്കുകയാണ്. ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ഉലമാക്കളെ, നിങ്ങൾ എന്തു പറയുന്നു? കെട്ടിയ പെണ്ണിനെയുമായി വെള്ളിയാഴ്ച ദിവസം കോഴിക്കോട്ടങ്ങാടിയിൽ വന്ന ആള് സാധനങ്ങളൊക്കെ വാങ്ങി കയ്യാനായപ്പോഴേക്ക് ജുമുഅന്റെ സമയമായി. ഇനിയാണ് ചോദ്യം. മുജാഹിദിന്റെ പള്ളിയിൽ പോയാൽ പെണ്ണിനെയും നിസ്കരിക്കാൻ അവിടെ ഒരു സൈഡിലാക്കാം, ഇയാൾക്കും നന്നായി നിസ്കരിക്കാം, ഒരു പേടിയില്ല. സുന്നി പള്ളി പോയാലോ പെണ്ണിന് നിസ്കരിക്കാൻ അവിടെ സൗകര്യം ഉണ്ടാവില്ല. ജുമുഅക്ക് പെണ്ണുങ്ങൾ വരൂലല്ലോ. അപ്പൊ പിന്നെ പള്ളിന്റെ അടുത്തെവിടെങ്കിലും ബസ് സ്റ്റോപ്പിലോ മറ്റോ ഇരുത്തേണ്ടി വരും. ജുമുഅ കഴിഞ്ഞു വരുമ്പോഴേക്ക് പെണ്ണിനാരോ കൊണ്ടുപോകുമെന്ന് തന്നെ പേടിയാണ്. ഇങ്ങനെ സ്വന്തം അഹ്ലിന്റെ മേല് പേടിയാണ്. സുന്നി പള്ളി പോവുകയാണെങ്കിൽ, സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളുടെ പള്ളിക്ക് പോവുകയാണെങ്കിൽ ഈ പെണ്ണിന് നിസ്കരിക്കും ചെയ്യാ. അവളെപ്പറ്റി പിന്നെ ഒരു പേടിയും പേടിക്കണ്ട. ഇവിടെ ഈ ചെറുപ്പക്കാരൻ ഏത് പള്ളിക്ക് പോകണം എന്നാണ് നിങ്ങളുടെ ഫത്വ. നിങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ഫത്വ കൊടുക്കുക? നിങ്ങൾ പറയില്ലേ, എന്ന് തൽക്കാലം ആ പെണ്ണുങ്ങളെയൂടെയും കൊണ്ടുപോകാൻ പറ്റിയ പള്ളിക്ക്. എനിക്ക് ഈ ലൈറ്റ് കൊണ്ട് നിങ്ങളെ കാണില്ല, ഞാൻ പറയുന്നത് മനസ്സിലാണ്ടോ അല്ലേ എന്ന് തിരിയും. ഈ ലൈറ്റ് ഇനി ആവശ്യമില്ലെങ്കിൽ അങ്ങ് ഓഫായിക്കാളെ. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളാണെങ്കിൽ എന്ത് ഫത്വ? അല്ലെ അങ്ങോട്ടൊക്കെ തിരിച്ചു. അപ്പോ അത് മതി. അപ്പൊ ഈ ഫത്വയിലുള്ള ചോദ്യം, ഏത് പള്ളിക്കാണ് ഈ ചെറുപ്പക്കാരൻ പോവുക? സുന്നി പള്ളിയിൽ പോകണോ? സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളുടെ പള്ളിയിൽ പോകണോ? നമ്മളാണെങ്കിലും പറയില്ലേ, തൽക്കാലം ഇന്നിപ്പോ കുടുങ്ങിയിട്ടല്ലേ, ഇന്ന് മറ്റേ പള്ളിയിൽ പോയിക്കോട്ടെ എന്നല്ല പറയാ. നമ്മുടെ ഉലമാ പറഞ്ഞത് എന്താ ജവാബ് എന്നറിയോ? അൽ ജവാബ് അല്ലാഹു വലിയു തൗഫീഖ്. അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി ഞങ്ങൾ മറുപടി പറയുന്നത്, ലാ തജിബു അലാ ഹാദർ റജുലി സ്വലാത്തുൽ ജുമുഅ. ആ പള്ളിക്ക് പോകണം, ഈ പള്ളിക്ക് പോകരുത്, അല്ലെ ഈ പള്ളിക്ക് പോകണം മറ്റേ പള്ളിക്ക് പോകരുത് എന്നല്ല. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജുമുഅ നിർബന്ധമില്ല. എന്നിട്ട് ഫത്വയിൽ വിശദീകരിക്കുകയാണ്, സ്വഹീആകുന്ന ജുമുഅയിലേക്ക് പോകാൻ ഇദ്ദേഹത്തിന് തടസ്സമുണ്ട്. കാരണം സ്വഹീആയ ജുമുഅയ്ക്ക് പോയാൽ സ്വന്തം അഹ്ലിന് വല്ല അപകടവും പറ്റുമോ? അവരെ പുറത്തു നിർത്തി പോണല്ലോ. അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവോ? അവരാരെങ്കിലും കിഡ്നാപ്പ് ചെയ്യുമോ എന്നുള്ള പേടിയാണ്. മറ്റേ പള്ളിയിൽ പോയിട്ട് ജുമുഅന്റെ കോലം ഉണ്ട് എന്നല്ലാതെ, മെമ്പറിൽ കയറി രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നുണ്ട് എന്നല്ലാതെ, പാവപ്പെട്ട മുസ്ലിമീങ്ങളോ ഖുറാഫികളോ മുശ്രിക്കീങ്ങളോ ആക്കുന്നുണ്ട് എന്നല്ലാതെ ജുമുഅ ശരിയാവോ? അതുകൊണ്ട് ശരിയാകുന്ന ജുമുഅ അവിടെ ഉണ്ട്. പക്ഷെ അവിടേക്ക് പോകുമ്പോ ഇദ്ദേഹത്തിന്റെ അഹ്ലിന്റെ മേൽ, സ്വന്തം നഫ്സിന്റെയോ അഹ്ലിന്റെയോ മാലിന്റെയോ ഒക്കെ പേരിൽ പേടിയുണ്ടായാൽ ദീനുൽ ഇസ്ലാമിലെ പല ഹുക്കുമുകൾക്കും ഇളവുണ്ട് എന്ന് ആ പണ്ഡിതന്മാർ കിതാബുകളുടെ, അയിമ്മത്തുകളുടെ കിതാബിലെ ഇബാറത്തുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി ഫത്വ അങ്ങ് വായിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ സമാധാനമായതെല്ലാവർക്കും. നമ്മളാണ് ഈ തൽക്കാലം ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പോകും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ഉലമാക്കൾ, നമ്മുടെ ഈ പ്രവർത്തകർ, അവര് നന്നായി പ്രവർത്തിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം വളരെ ശക്തമായി ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇവിടെ തന്നെ ഈ ഹിദായത്ത് നഗർ, മുട്ടത്തൊടിയല്ലേ, മുട്ടത്തൊടി ഹിദായത്ത് നഗർ, ഇവിടെ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിന്റെ 35ാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനമാണിത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ സ്വലാത്ത്, ദിക്ർ, അതുപോലത്തെ കാര്യങ്ങൾ, നന്മകൾ നടക്കുന്ന മജ്ലിസുകളിൽ നമ്മൾ കൂടണം. അതുപോലെ തന്നെ അവക്ക് നമ്മൾ സഹായിക്കണം. നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ ദർസുകൾ, ഇതൊക്കെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരണം. എന്തേ നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിമീങ്ങൾക്കെതിരെ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്,
എന്നുള്ളൊരു ആരോപണം ചിലരെങ്കിലും ഉന്നയിക്കാൻ കാരണം, അവരുന്നയിക്കാനുള്ള കാരണം ഇനിയിപ്പോൾ ആർക്കും മനസ്സിലാകാത്തതില്ല. ഇന്ന് എനിക്ക് തോന്നുന്നത് മാതൃഭൂമി TV ചാനലിൻ്റെതാണെന്ന് തോന്നുന്നു. ഞാനൊരു റിപ്പോർട്ട് കാണുകയുണ്ടായി. നമ്മുടെ കേരളത്തിലെ സുന്നത്തിയമായത്തിന്റെ ചില വിരോധികൾ യമനിൽ കൊല്ലപ്പെട്ട തൊലാൽ അബ്ദു മഹദിയുടെ സഹോദരനെ വാട്സപ്പിലൂടെയും മറ്റും ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് പറയാണോലോ, നമ്മളെ കേരളത്തിൽ നിന്നുള്ള ചിലർ പറയാണോലോ, നിമിഷപ്രിയയുടെ ഖിസാസ് നിങ്ങൾ ഒരു കാരണത്താലും ഒഴിവാക്കാൻ പാടില്ല. നഊദു ബില്ലാഹ്. എവിടെ എത്തി ഈ വിരോധം, വ്യക്തിവിരോധം? എന്തും ചെയ്യാൻ ഇവരെയൊക്കെ പ്രേരിപ്പിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ? അള്ളാനെ പേടിയുള്ള ഒരാൾക്ക് അത് പറയാൻ പറ്റുമോ? ദീനുൽ ഇസ്ലാമില് ഒരു കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ സബഉൽ മൂബിഖാത്താണ്, അതിൽ തർക്കമില്ല. ആ ദീനുൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം ശരീഅത്ത് നിയമം നടപ്പാക്കാൻ പറ്റിയോടത്ത് മർഡർ അല്ലെങ്കിൽ കൊലപാതകം, ഇതിനുള്ള ശിക്ഷ എന്താണ്? ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. അതേ സമയം ഏത് വലിയ കുറ്റം ചെയ്ത ആളായാലും മനുഷ്യന്മാർ തമ്മിലുള്ള കുറ്റമാണ് എങ്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് എന്നെ ആക്രമിച്ച കേസാണ്, അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വത്തിലുള്ള ആളെ കൊന്ന കേസാണ്, ഇത്തരം കേസുകളിലൊക്കെ മാപ്പ് നൽകുക എന്നത് വളരെ വലിയ പുണ്യമുള്ള കാര്യവുമാണ്. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, കൊലപാതകത്തിന് ഖിസാസിന്റെ വിധി നടപ്പാക്കുന്നതിന്റെ മുമ്പ് അതിന് ദിയത്ത് വാങ്ങിക്കൊണ്ട്, ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അത് മാപ്പ് കൊടുക്കാം എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണ്. ആ ഒരു സംഗതിക്ക് ഇടപെട്ടുകൊണ്ട് ആർക്കെങ്കിലും അത്തരം ഒരു മാപ്പിന് സഹായിക്കാൻ കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാം അതിനെ വലിയൊരു പുണ്യമായി കാണുന്ന വിഷയമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് തൊവ്വലല്ലാഹു അംറഹു, യമനിലെ വലിയ പണ്ഡിതനും സയ്യിദും ലോകത്താകമാനം ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങളുമായി ബന്ധപ്പെട്ട്, തൊലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കണം എന്നൊരൊറ്റ അപേക്ഷ നടത്തിയപ്പോൾ മിനിയാന്ന് നമ്മുടെ സുപ്രീം കോടതിയിൽ നമ്മുടെ സോളിസിറ്റർ ജനറൽ പറഞ്ഞ ആ റിപ്പോർട്ട് എന്താണ് എന്ന് ഇപ്പോ എന്റെ ഫോണിലുണ്ട്. സോളിസിറ്റർ ജനറൽ വെങ്കിട്ട രമണി സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ മുമ്പിൽ പറഞ്ഞത്, there is a point till which we can reach and we have already reached that point, we may not be able to cross that point. എന്താ പറഞ്ഞത്? ഒരു ഗവൺമെന്റ് എന്നുള്ള നിലക്ക് ഈ കേസിൽ ഞങ്ങൾക്ക് മാക്സിമം എത്താൻ പറ്റിയൊരു പരിധിയുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. ആ മാക്സിമം ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയൊരു പോയിന്റ് വരെ ഞങ്ങൾ പോയി, ഇനി അതിനപ്പുറം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ നിമിഷപ്രിയക്ക് വേണ്ടി ഹാജരായ വക്കീല് കോടതിയോട് യാചിക്കുകയാണ്, എങ്ങനെയെങ്കിലും ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ കോടതി ഇടപെടണം. കോടതി ചോദിച്ച ചോദ്യവും അതിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു നാട്ടിൽ, അതും ഇന്ത്യ രാജ്യത്തിന് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇല്ലാത്തൊരു നാട്ടില്, അവിടത്തെ നിയമം വെച്ചുകൊണ്ടൊരു കേസ് വിധിക്കുമ്പോ ആരോടാ ഞങ്ങൾ കൊലപാതകത്തിന് ശിക്ഷ നടപ്പാക്കരുത് എന്ന് വിധി ആരോടാ ഞങ്ങൾ പറയാ? ഞങ്ങൾ പറഞ്ഞാൽ അത് ആരാ അനുസരിക്കുക? ഏതായാലും ഗവൺമെന്റിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 18-ാം തീയതി വെള്ളിയാഴ്ച, മറ്റന്നാള് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 18-ാം തീയതിയിലേക്ക് കോടതി പോസ്റ്റ് ചെയ്തതാണ്. ഗവൺമെന്റിനെ നമുക്ക് ഇതിലൊരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതേസമയം ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്, ഗവൺമെന്റിന് തന്നെ ഇടപെടാമായിരുന്നു. യമനിലുള്ള ഹൂത്തി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് അവരോട് പറയണം, നിങ്ങൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന അക്രമങ്ങളെ ഞങ്ങൾ ശക്തിയായി അപലപിക്കുന്നു. ഈ വിഷയത്തിൽ ഞങ്ങൾ ഇസ്രായേലിനെതിരാണ്. മാത്രമല്ല, നിങ്ങൾ ഇസ്രായേലിന്റെ കപ്പലുകൾ ആക്രമിക്കാൻ തയ്യാറായത് ഗാസയിലെ 60,000-ത്തിലധികം വരുന്ന
പാവങ്ങളെ ബോംബിട്ടവർ കൊല്ലുന്നത് കൊണ്ടാണ്, ആശുപത്രികൾ തകർക്കുന്നത് കൊണ്ടാണ്, വാട്ടർ ടാങ്കുകളെ പോലും ബോംബിടുകയാണ്. മാത്രമല്ല ഇൻക്യുബേറ്ററിലുള്ള കുട്ടികളെ, വെന്റിലേറ്ററിലുള്ള വൃദ്ധരെ, ലേബർ റൂമിലുള്ള ഗർഭിണികളെ വരെ അവർ ബോംബിട്ട് കൊല്ലുകയാണ്. ആ ഇസ്രായേലിനെതിരെയാണ് ഞങ്ങൾ ഈ ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഹൂത്തികൾ പറയുന്നതെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന് പറയാൻ കഴിയണമായിരുന്നു, ആ ഇസ്രായേലിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നു. ഇനി ഞങ്ങളും ആ ഗാസക്കാരെയും നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഐ ബിലീവ്, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാണ്, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഹൂത്തി ഗവൺമെന്റ് തന്നെ, പ്രത്യേകിച്ച് ഹൂത്തി ഗവൺമെന്റ് ഷിയാക്കളാണ്, അവരെ അംഗീകരിക്കുന്നവരാണ് ഈ പറഞ്ഞ കേസിലെ വിക്ടിംസ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അവിടെ ഇടപെടുകയുമായിരുന്നു. പക്ഷെ ആ രീതിയിൽ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന് ബന്ധപ്പെടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു ഭാഗത്ത് ട്രംപ് ഉണ്ട്, ആ ട്രംപിന്റെ വരെ യമനിലെ ഹൂത്തികൾക്കെതിരെ ബോംബിട്ട ആളാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് ആ നിലക്കിടപെടാൻ കഴിയുമോന്നറിയില്ല. എന്നാലും ഒരു പോസിബിലിറ്റി ഞാൻ കാണുകയാണ് ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ആ ഉമർ ബിൻ നഫീൽ തങ്ങളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട്, പ്രിയപ്പെട്ടവരെ, തൽക്കാലം ഇന്ന് 16-ാം തീയതി നടത്തേണ്ട ആ വധശിക്ഷ ഇന്ന് നടത്തേണ്ട എന്ന് വെച്ചു. ഈ ഒരു സമയത്ത് സുന്നത്തിയമായത്തിന്റെ ശത്രുക്കളായ നമ്മുടെ നാട്ടിലെ ചിലർ അവിടെ തൊലാലിന്റെ സഹോദരന് വാട്സപ്പിലും അല്ലാതെയും ഒക്കെ മെസ്സേജ് അയക്കുകയാണ്, ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യരുത്. കാരണം എന്താ? നിമിഷപ്രിയോട് അവർക്ക് വിരോധം ഉണ്ടാകാൻ കാരണമല്ല, അല്ലെങ്കിൽ യമനിലെ തൊലാലിനോട് അവർക്ക് വലിയ സ്നേഹം ഉണ്ടാകാനും കാരണമല്ല. പക്ഷേ സൂഫി പണ്ഡിതനായ ഹബീബ് ഉമറോ, ആ സൂഫി പണ്ഡിതൻ ഇതിൽ ഇടപെടാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയോ, എന്നാ പിന്നെ നിമിഷപ്രിയ കൊല്ലപ്പെടുക തന്നെയാണ് വേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന പല സംഘികളും, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെയൊക്കെ പേരുള്ള ചില സംഘികളുണ്ട്, അവരെ അടക്കം ഉദ്ദേശിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജനങ്ങളുടെ പലരുടെയും മനസ്സിനകത്തുള്ള ഉള്ളിരിപ്പ് എങ്കിൽ അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അത് ഞാനാ പറയണ്ടേ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ